welcome to this new session on fundamentals of investment. Hello students, in നമ്മൾ നോക്കാൻ പോകുന്നത് portfolio risk നെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ portfolio returns ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. Now let's look at portfolio risk. Now the term portfolio risk എന്താണ്? ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്കിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് ആ വേർഡിൽ തന്നെയുണ്ട് പോർട്ട്ഫോളിയോ റിസ്ക്. ആ പോർട്ട്ഫോളിയോയുടെ റിസ്കിനെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ റിസ്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, റിട്ടേൺസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സിംഗുലർ സെക്യൂരിറ്റിയുടെ റിസ്ക് എത്രയാണ്, ഒരു സിംഗുലർ സെക്യൂരിറ്റിയുടെ റിട്ടേൺസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പോർട്ട്ഫോളിയോ റിസ്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. പോർട്ട്ഫോളിയോ റിസ്കിന് പ്രൈമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ്. ഒന്ന് കോവേരിയൻസ്, ഓക്കെ, കോവേരിയൻസ്. രണ്ടാമത് കോറിലേഷൻ. ഓക്കെ, ഈ രണ്ട് ടൂൾസാണ് നമ്മൾ പ്രൈമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും പോരാണ്ട് നമ്മൾ വി മേക്ക് യൂസ് ഓഫ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾസോ. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത്രയും കാര്യങ്ങളാണ് പ്രൈമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ കോവേരിയൻസും കോറിലേഷനും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ റിസ്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. നമുക്ക് ആദ്യം കോവേരിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, covariance which is starting in the before getting into it, let me just write the formula first. Covariance xy എന്ന് പറയുന്നത് രണ്ട് സെക്യൂരിറ്റീസ് ആണ്, is equal to sigma rx minus rx dash into ry minus ry dash whole divided by n. Now ഓരോന്ന് എന്താണെന്ന് ഞാൻ പറയാം. Now Rx, this one over here, is your return of security x. X എന്ന് പറഞ്ഞ സെക്യൂരിറ്റിയുടെ റിട്ടേൺ മൈനസ് R bar x എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ x ആണ്. യു സ്റ്റഡീഡ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ പ്രീവിയസ്ലി. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ x ആണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. സിമിലർലി RY എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി y ആൻഡ് R dash y എന്ന് പറയുന്നത് expected return on security y whole divided by n, the number of observations. Now ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കോവേരിയൻസ് എക്സ് വൈ ചെയ്യാൻ പറ്റും. Now I'll do one single problem wherein നമ്മൾ കോവേരിയൻസും കോറിലേഷനും വെച്ചിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടൊരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്യാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, സോ ദ ബേസിസ് ഓഫ് കോവേരിയൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. കോവേരിയൻസ് ജനറലി രണ്ട് സെക്യൂരിറ്റീസിൻ്റെ ഒരു അവർ തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണമെന്ന് കാണിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്. നൗ ഇതിനകത്തുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ് നിങ്ങൾക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രണ്ട് സെക്യൂരിറ്റീസും ഒരേ ദിശയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, മോർ ഓർ ലെസ് രണ്ടുപേരുടെയും ഡയറക്ഷണൽ അപ്രോച്ചാണ് വരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഒരു പോർട്ട്ഫോളിയോ വെച്ച് നോക്കും. നമ്മൾ സാധാരണഗതിയിൽ പോർട്ട്ഫോളിയോ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റിട്ടേൺസിന് അത്യാവശ്യം സേഫും സെക്യൂർഡും അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അടുത്ത സെക്യൂരിറ്റിക്കും പണി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പോർട്ട്ഫോളിയോയിൽ നമ്മൾ കോവേരിയൻസ് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നോക്കുന്നത്. കാരണം ഇൻ കേസ് ഒരെണ്ണത്തിന് പണി കിട്ടിയാലും അപ്പുറത്തുള്ള സെക്യൂരിറ്റിക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട്. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്, പോസിറ്റീവ് കോവേരിയൻസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടും. കാരണം എന്താണ്? ചാൻസസ് ഓഫ് എന്താ പറയുക, നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ റിട്ടേൺസിന് പണി കിട്ടാനുള്ള സാധ്യത കൂടാണ്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദി റിട്ടേൺസ് ഓൺ ടു സെക്യൂരിറ്റീസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൺസിസ്റ്റൻ്റ്ലി ദി കോവേരിയൻസ് വിൽ ബി നെഗറ്റീവ് ആൻഡ് ദ റിസ്ക് ഇൻ ടോട്ടൽ വിൽ ബി ലോവർ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് രീതിയിലാണ് ബിഹേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം താഴോട്ട് പോയാലും മറ്റേത് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ടോട്ടൽ ആയിട്ട് എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. അതാണ് ഈ കോവേരിയൻസിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, സോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കോറിലേഷനാണ്. ഓക്കെ, കോറിലേഷൻ, ഫർഗിവ് മൈ ഹാൻഡ് റൈറ്റിംഗ്, കോറിലേഷനാണ്. സോ കോറിലേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ആർ നമുക്കറിയാം. നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സിൽ പഠിച്ചിട്ടുള്ളതാണ് കോറിലേഷൻ എന്താണെന്നുള്ളത്. രണ്ട് വേരിയബിൾസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യണേ എന്നുള്ളത്. ഓക്കെ,
അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കോസ് ഓഫ് ചേഞ്ച് ഇൻ വൺ ക്യാൻ കോസ് എ ചേഞ്ച് ഇൻ അനദർ, ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റാണ് കോറിലേഷനകത്ത് വരുന്നത്. നൗ കോറിലേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇഫ് യു കാൽക്കുലേറ്റഡ് കോവേരിയൻസ്, പിന്നെ ഭയങ്കര എളുപ്പമാണ് കോറിലേഷൻ കാണാനായിട്ട്. ദാറ്റ് ഈസ് കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഈ ഫോർമുല ചിലപ്പോൾ നിങ്ങൾ ക്യൂട്ടിയിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, COV covariance of x and y എന്ന് ഉദ്ദേശിക്കുന്നത് it is basically a covariance. Okay, standard deviation of x, standard deviation of y. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, please keep in mind correlation is between -1 to 1. Okay, +1 ന്റെ -1 ന്റെ ഇടയിലാണ് വാല്യൂസ് വരുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 1.5 ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടെയോ തെറ്റിച്ചിട്ടുണ്ടെന്നാണ്. ഓക്കെ, so remember the formula for covariance and correlation. Okay, now let's get into a problem. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ കുറേ കൂടി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. Now let's take here x into returns, y into returns. Okay, please forgive my handwriting. Here 1 2 3 4 returns 10 12 16 18. Return wider returns on 17 13 10 8. Okay, so these are the values that are given. Let's start with covariance. Covariance എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമുക്കറിയാം മുകളിലത്തെ സംഗതികൾ എന്താ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ, നമ്മൾ ആ ഫോർമുല നോക്കുകയാണെങ്കിൽ ആർ എക്സ് മൈനസ് ആർ ബാർ എക്സ്. ഓക്കെ, നമുക്ക് ആർ എക്സും ആർ ബാർ എക്സും കാണണം. ഈ കേസിൽ ആർ ബാർ എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീൻ വാല്യൂ ആയിട്ട് എടുത്താൽ മതി, എക്സിൻ്റെ മീൻ വാല്യൂ. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദി മീൻ വാല്യൂ. 10 + 12 + 16 + 18 56 by 4. ഓക്കെ, ദാറ്റ് ഈസ് 14. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 14. ഓക്കെ, ഇനി നമുക്ക് വൈ മൈനസ് വൈ ബാർ ചെയ്യാം. വൈ ബാർ കിട്ടണമെങ്കിൽ നമുക്കത് ടോട്ടൽ ചെയ്യാം. 17 + 13 + 10 + 8 48 by 4. 48 by 4 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 12. ഓക്കെ, സോ ഇവിടെ ആ വാല്യൂസ് എഴുതാം. ഇവിടെ എഴുതുമ്പോൾ എക്സ് എന്ന് 10 - 14 -4, പിന്നെ -2, 16 - 14 2, 18 - 14 4. ഓക്കെ, പിന്നെ y മൈനസ് y ബാർ നോക്കാം. That is 17 - 12 5, 13 - 12 1, 10 - 12 2 -2, then 8 - 12 -4. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോർമുല ശ്രദ്ധിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റാണ് വരുന്നത്. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ആൻഡ് ദിസ്. ഓക്കെ, മൈനസ്, so that is x minus x bar into y minus y bar. Okay, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -4 × 5 -20, -2 × 1 -2, 2 × -2 -4, 4 × -4 16. So total വരുന്നത് -42. Okay, so let's do that. So our formula COV xy is equal to sigma rx minus r bar x into ry minus r bar y whole divided by n. That is, നമ്മൾ ഇത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. -42 divided by -42 by 4, that is -10.5. സോ നമുക്കറിയാം നെഗറ്റീവ് കോവേരിയൻസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? രണ്ടും ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ പോവാണ്, അതുകൊണ്ട് തന്നെ ലെസ് റിസ്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ലെസ് റിസ്കി. ഓക്കെ, നൗ ലെറ്റ്സ് ഡു അനദർ പ്രോബ്ലം. ആ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് കോറിലേഷൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, നൗ
following are the returns of stock X and stock Y given for 2 period. 2 periodsലുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പീരിയഡ്, സ്റ്റോക്ക്, റിട്ടേൺ, എക്സ്പെക്റ്റഡ് റിട്ടേൺ. Now expected return problem തന്നിട്ടുണ്ടെങ്കിൽ യൂസ് ദാറ്റ് ഇറ്റ് സെൽഫ്. തന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ ആവറേജ്, നേരത്തെ ചെയ്ത പോലെ ആവറേജ് കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, സോ പീരിയഡ് നമുക്ക് എടുക്കാം ഫസ്റ്റ്. ഓക്കെ, പീരിയഡ് 1 സ്റ്റോക്ക് എക്സ്, സ്റ്റോക്ക് വൈ. അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 7ഉം 13ഉം. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് 9 and 9. ഓക്കെ, ഇതൊരു സെറ്റ്. ഇനി അടുത്ത സെറ്റ് ഈ പീരിയഡ് 2ൽ എക്സ്, എക്സ്, വൈ 11, 5, 9, 9. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അവർ കോവേരിയൻസ് ആൻഡ് കോറിലേഷൻ രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ്റെ അറ്റത്ത് ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 2 and y is equal to 4. Okay, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. They have asked us to solve. So let's do it. Return x deviation, return y, അതിൻ്റെ deviations, പിന്നെ product of deviations. Okay, now first period നമുക്ക് നോക്കാം. ഫസ്റ്റ് പീരീഡിൽ എന്താണ് റിട്ടേൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് 7, ഡീവിയേഷൻ 7 മൈനസ് 9 അപ്പോൾ -2. ഓക്കെ, പിന്നെ അതിൻ്റെ അടുത്ത് എന്നിട്ട് വൈയുടെ റിട്ടേൺ 13 ആണ്. ഡീവിയേഷൻ എന്ന് പറയുന്നത് 13 മൈനസ് 9 ദറ്റ് ഇസ് 4. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് deviation 1 into deviation 2, -2 into -4, -8. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത പീരീഡ് 2ൽ എന്താണെന്ന് നോക്കാം. പീരീഡ് 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11 ആണ് എക്സിൻ്റെ റിട്ടേൺ. ഡീവിയേഷൻ എന്ന് പറയുന്നത് 11 മൈനസ് 9 ദാറ്റ് ഈസ് 2. പിന്നെ വൈയുടെ ഡീവിയേഷൻ നോക്കാം. റിട്ടേൺസ് 5 ആണ് വരുന്നത്. 5 മൈനസ് 9 -4 ദാറ്റ് ഈസ് -8 again. കാരണം എന്താ 2 into -4 എന്ന് പറയുന്നത് -8. ഓക്കെ, സോ ടോട്ടൽ വരുന്നത് -16. -16 വന്ന സ്ഥിതിക്ക് നമുക്കറിയാം കോവേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ ആർ എക്സ് മൈനസ് ആർ ബാർ എക്സ് ഇൻറ്റു ആർ വൈ മൈനസ് ആർ ബാർ വൈ ഹോൾ ഡിവൈഡ് ബൈ എൻ. ഈ സംഭവമാണ് നമ്മളിപ്പോൾ ഡീവിയേഷൻ കണ്ടുപിടിച്ചത്. എത്ര വരുന്നത് ദാറ്റ് ഇസ് -16 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 2 ആണ്, 2 പീരീഡിനാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -8. ഓക്കെ, സോ കോവേരിയൻസ് ഇസ് ഈക്വൽ ടു -8. നമുക്ക് കോറിലേഷനോ സിമ്പിൾ ഫോർമുല ആർ ഇസ് ഈക്വൽ ടു ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു -8 ഡിവൈഡഡ് ബൈ 2 into 4. That is equal to -1. Okay, -8 and -1. Okay, covariance is equal to -8, correlation equal to -1. So this is your answer. Now how do you interpret this? Again, ശ്രദ്ധിക്കുക, നെഗറ്റീവ് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്നിട്ട് രണ്ട് റിട്ടേൺസും വേറെ വേറെ രീതിയിലേക്കാണ് പോകുന്നത്. Okay, they are moving in the opposite direction, and because of that overall നോക്കുമ്പോൾ റിസ്ക് കുറവാണ്. കാരണം ഒരെണ്ണം കൂടിയാൽ അപ്പുറത്തുള്ളത് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ put it another way, ഒരെണ്ണം കുറയാണെങ്കിൽ അപ്പുറത്തുള്ളത് കൂടുന്നുണ്ട്. സോ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. പുട്ടിങ് ഓൾ യുവർ എഗ്സ് ഇൻ ഡിഫറെൻറ്റ് ബാസ്കറ്റ്സ് സോ ദാറ്റ് ഈവൻ ഇഫ് 1 or 2 ഫെയിൽസ് ദി അതേഴ്സ് ആർ ദെയർ ടു പ്രൊട്ടക്റ്റ് യു. അപ്പം അങ്ങനത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഉള്ള സാധനങ്ങൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, നമ്മുടെ ഒരു സംഗതി താഴേക്ക് വീഴുമ്പോൾ ബാക്കിയുള്ളതും ഒരുമിച്ച് വീഴാനായിട്ട് ചാൻസ് കൂടുന്നു. സോ ദാറ്റ് ആക്ച്വലി ഡിഫീറ്റ്സ് ദ പർപ്പസ് ഓഫ് എ പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കോവേരിയൻസും കോറിലേഷനും നോക്കിയിട്ട് നമുക്ക് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ത്
ഈ പറഞ്ഞിട്ടുള്ള എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, പോർട്ട്ഫോളിയോയിലുള്ള എലമെൻറ്റുകൾ, പോർട്ട്ഫോളിയോസിലുള്ള സെക്യൂരിറ്റീസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ പോകുന്ന സാധനങ്ങളാണെങ്കിൽ അത് റിസ്ക്കിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ സെക്യൂരിറ്റീസ് മാറ്റണം. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ പോകുന്ന സെക്യൂരിറ്റീസ് പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയാണ് നമ്മൾ റിസ്ക് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, so that's it for today. Hope you are clear on the content. In case of any doubts, please feel free to contact me on my number. Thank you.